യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, 40-ാം വെള്ളിയാഴ്ചയാണ്. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആഴ്ചയാണ് 40-ാം വെള്ളിയാഴ്ച. ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടി ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 40-ാം വെള്ളിയാഴ്ച വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ സമയമൊക്കെ മാറ്റിവെച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമല്ല, ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചൊരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിന് വിലയുണ്ട്. വചനം കേൾക്കുന്ന ഒരു കുടുംബം, അവർ വാടക വീട്ടിലാണ് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത്. അവർ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം വെച്ച്, ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞ സാക്ഷ്യമാണ്. ഞങ്ങൾ ഒറ്റ കാര്യം വച്ചിരുന്നുള്ളൂ, പക്ഷെ ഞങ്ങൾക്കത് ശരിയായി കിട്ടുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഒരാളിലൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് വച്ച് തരാനുള്ള നല്ല തീരുമാനം അറിയിക്കുകയും, അങ്ങനെ അത് വിചാരിക്കാത്തൊരു കാര്യം, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരാൾ വരുമെന്നും ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ സ്ഥലവും, അത് നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് സ്ഥലവും ഒരു വീടും. പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിനും ദൈവം അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യമായത് തെളിഞ്ഞു വരും. അവർ പ്രാർത്ഥിച്ച കാര്യം അതാണ്. നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യത്തെ മനസ്സിൽ കണ്ടും കൂടെ വേണം വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ. അത് അനുഗ്രഹമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ ഈ വചനങ്ങളെ കേൾക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുവാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എന്ത് യാചിക്കണം? അനുഗ്രഹം യാചിച്ച് മേടിക്കണം, സ്വീകരിക്കണം. യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ദൈവത്തിൽ നിൽക്കുന്ന ഒരാൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഏത് വിധത്തിൽ വരും? മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ദൈവനാമത്തിൽ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ചൊരാൾ അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, സത്യസന്ധമായി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ അനുഗ്രഹിച്ചാൽ എൻ്റെ ദുഃഖങ്ങൾ മാറുന്നത്, എൻ്റെ കഷ്ടതകൾ മാറാൻ തുടങ്ങും, എൻ്റെ പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും. അനുഗ്രഹത്തിന് നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റാൻ പറ്റും, ക്ലേശങ്ങളെ മാറ്റാൻ പറ്റും, പ്രതിസന്ധികളെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിയിൽ അനുഗ്രഹം യാചിക്കണം. ഒരുപക്ഷെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ വരുന്നവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പറയുന്നത് യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതിനെല്ലാം വിലയുണ്ട്. മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറാൻ, പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങാൻ എല്ലാം അത് കാരണമാകുന്നുണ്ട്. ഇനി 17-ാമത്തെ വാക്യം, അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്നാന്ന് എഴുതിയിട്ടുണ്ട്. ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. അനുഗ്രഹം കിട്ടുമ്പോൾ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും, പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇതാ ഞാൻ പുതിയ ആകാശവും
പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്കൊരു പുതിയ അനുഗ്രഹം കിട്ടട്ടെ, ഒരു പുത്തൻ സന്തോഷം ഉണ്ടാകട്ടെ, ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ, ഒരു പുതിയ ജീവിതം ലഭിക്കട്ടെ, ഒരു പുതിയ സ്വപ്നം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം സ്വീകരിച്ച പറയുവാണ്, ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. പഴയ കാര്യങ്ങൾ, പഴയ സങ്കടങ്ങൾ ഞാനൊന്നും ഓർക്കത്തുപോലും ഇല്ല. പുതിയ തുടക്കമാണ്. എല്ലാവരും പറഞ്ഞ് പുതിയ തുടക്കം, പുതിയൊരു ആരംഭം, നല്ല തുടക്കം. പഴയതൊക്കെ പോയി സന്തോഷത്തോടെ തുടങ്ങാൻ ഇടവരും. 18-ാമത്തെ വാക്യം, ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. ഒരാൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ ആ വ്യക്തി സന്തോഷിക്കാനും ആനന്ദിക്കാനും തുടങ്ങും. പ്രിയപ്പെട്ട ഓരോ വ്യക്തികളും കേട്ടെ, നിങ്ങൾ സന്തോഷിക്കാനും ആനന്ദിക്കാനും ഇടവരട്ടെ. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാനും ആനന്ദിക്കാനും ഇടവരും. 19-ാമത്തെ വാക്യം, ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. അടുത്തത്, വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കത്തില്ല. അനുഗ്രഹം ഒരാൾക്ക് വരുമ്പോൾ ഇത് കേൾക്കാനുണ്ടാവില്ല. വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി കേൾക്കുകയില്ല. 20, ശിശുക്കളോ ആയുസ്സു തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100-ാം വയസ്സിൽ മരിച്ചാൽ പോലും അത് ശിശുമരണമായി കണക്കാക്കും. ആയുസ്സു തികയാതെ ആരും മരിക്കില്ലെന്ന് നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥിക്കില്ലേ, മൂപ്പെത്താത്ത മരണം. നോക്കൂ വചനം, അനുഗ്രഹം വരുമ്പോൾ അവിടെ ദുർമരണങ്ങൾ ഉണ്ടാകില്ല, അവിടെ ദീർഘായുസ്സുണ്ടാകും. ആയുസ്സെത്തിയേ മരിക്കത്തുള്ളൂ. ദൈവം വച്ചിരിക്കുന്നൊരു ആയുസ്സുണ്ട്, ആ ആയുസ് തികഞ്ഞു മരിക്കാൻ പറ്റും. സന്തോഷം ഉണ്ടാവും, സമാധാനം നിറയും. വിലാപസ്വരം, നിലവിളി ശബ്ദമൊന്നും ജീവിതത്തിൽ കുടുംബത്തിൽ ഉയരത്തില്ല. നിത്യം സന്തോഷിക്കും, നിത്യം സമാധാനം ഉണ്ടാവും. ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഇത് സത്യത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ സംഭവിക്കുന്നു. ആ പേര് തന്നെ അങ്ങനെയാണ്, ഡെയിലി ബ്ലെസ്സിങ്, ദിവസേനയുള്ള അനുഗ്രഹം. നമുക്ക് ദിവസേന കിട്ടുന്നത്, ദൈവവചനത്തിലൂടെ കിട്ടുന്നത്, ദൈവവചനത്തിനകത്തുള്ള അനുഗ്രഹത്തിൻ്റെ കലവറയെ ദൈവം തുറക്കുവാണ്. ഡെയിലി ബ്ലെസ്സിങ്, എല്ലാ ദിവസവും അനുഗ്രഹം. അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. ബൈബിൾ പറയുന്നു, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ അവിടെ ഉണ്ടാകില്ല. നിത്യം സന്തോഷിക്കും, നിത്യം ആനന്ദിക്കും. അവിടെ ദീർഘായുസ്സുണ്ടാകും. ശിശുക്കളോ മൂപ്പെത്താത്ത മരണങ്ങളോ സംഭവിക്കുകയില്ല. നോക്കിയോ, ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണത്. ഇനിയും പ്രസംഗിക്കാനുണ്ട് അതിൻ്റെ താഴോട്ട്. പക്ഷേ ഈ കുറഞ്ഞ സമയത്ത് അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 40-ാം വെള്ളിയാഴ്ച. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും കേട്ടോ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലാകാം, ദേശങ്ങളിലാകാം, ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലാകാം. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ഒത്തിരി ആളായതുകൊണ്ട് വരുന്നില്ല, വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. വരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമായാലും പേടിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ദൂരത്തായാലും ഏത് ദേശത്തായാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൊടുക്കുന്ന സ്ഥലമായി മാറി. പേര് പോലെ തന്നെ, അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ എന്ന പേര് പോലെ തന്നെ, ആ പേര് തന്നെയാണ് ദിവസേനയുള്ള ശുശ്രൂഷ, ഡെയിലി ബ്ലെസ്സിങ്. ദിവസേനയുള്ള അനുഗ്രഹമായത് മാറുന്നു, അതും ദൈവവചനത്തിലൂടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളെ ഓർക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണം, അടയാളങ്ങൾ സംഭവിക്കണം. ചിലരെങ്കിലും ചിന്തിക്കും, ഇങ്ങനെ വചനം കേട്ടിട്ട് എന്താ കാര്യം, എന്താ പ്രയോജനം, നിങ്ങൾക്കെന്ത് കിട്ടി? പ്രിയപ്പെട്ടവരെ, എന്ത് കിട്ടി എന്ന് മാത്രമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ വരുന്നൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമുക്ക് കിട്ടുന്നൊരു ദൈവ കടാക്ഷമുണ്ട്. ഒന്നുമല്ലേലും ഇന്നലെ വന്ന പത്രത്തിലെ വാർത്തയൊന്നുമല്ലല്ലോ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമല്ലേ കേൾക്കുന്നത്? അതിന് അനുഗ്രഹമുണ്ട്.
ഒന്നുമല്ലേലും ദൈവീകമായൊരു കാര്യത്തിന് വേണ്ടിയല്ലേ 10 മിനിറ്റ് മാറ്റി വച്ചത്? അത് അനുഗ്രഹമാണ്, വേറൊന്നിനു വേണ്ടിയല്ലല്ലോ. കളിചിരിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയോ അല്ല. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാൻ ദൈവീകമായൊരു കാര്യത്തിനാണ് സമയം മാറ്റി വയ്ക്കുന്നത്. അത് അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ഒരുപാട് പേർക്ക് അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച്, പേരുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇത് കേൾക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ അയച്ചു കൊടുക്കുന്ന പലരും കേൾക്കത്തില്ലായിരിക്കും. കർത്താവ്, ഞങ്ങൾ ഈ വചനം അയച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയോടെയാണ്. ഈ വചനം പറയുന്നതും ഒരുങ്ങി പ്രാർത്ഥിച്ച ഇത് കേൾക്കുന്നവരിൽ അത്ഭുതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ്. ഇത് കേൾക്കാത്ത അനേകർക്ക് ഈ വചനം കേൾക്കാൻ ഇടവരണമേ. ഈ വചനത്തിലൂടെ അനേകരെ തൊടണമേ. ദൈവനാമ മഹത്വത്തിനത് കാരണമാകണമേ. നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതിക്കുഴികൾ, വഞ്ചനയിൽ നിന്നും പാരവയ്ക്കലിൽ നിന്നും എല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. രോഗസൗഖ്യം തരണമേ. പുതിയ വഴികളെ തുറക്കണമേ. നല്ലൊരു ജോലി ലഭിക്കാൻ ഇടയാകണമേ. ആ PR കിട്ടാൻ ഇടയാകണമേ. ആ വിസ ശരിയാകാൻ ഇടയാകണമേ. ആ യാത്ര വേഗത്തിലാകാൻ ഇടയാകണമേ. ആ കാര്യങ്ങൾ ഭംഗിയാകണമേ. ആ വീട് പണി പൂർത്തിയാകണമേ. ആ സാമ്പത്തികം പ്രതിസന്ധികൾ മാറണമേ. ആ വീട് സ്ഥലവും വിൽക്കാൻ ഇടയാകണമേ. പുതിയതൊന്നും മേടിക്കാൻ കാരണമാകണമേ. കുഞ്ഞിൻ്റെ വിവാഹം നടക്കുവാൻ ഇടയാകണമേ. നല്ല ആരോഗ്യമുള്ളൊരു തലമുറയെ ലഭിക്കാൻ ഇടയാകണമേ. എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് ഈ വാക്യത്തിൻ്റെ ചുവട് പിടിച്ചാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമായിട്ട് വരും. അനുഗ്രഹമായിട്ട് വരും. അനുഗ്രഹം എല്ലാ നന്മകളുടെയും ആരംഭമാണ്. എല്ലാ നന്മകളും ആരംഭിക്കുന്നത് അനുഗ്രഹത്തിൽ നിന്നാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം പ്രാർത്ഥനയോടെ. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.